നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശോഭ സുരേന്ദ്രന്റെ വീടിന്റെ പരിസരത്ത് പൊട്ടിയത് ഗുണ്ട്. സംഭവത്തിൽ 3 പേർ കസ്റ്റഡിയിൽ. സംഭവത്തിന് പിന്നിൽ ഗുണ്ട് പൊട്ടിയ വീട്ടിലെ യുവാവിന്റെ സുഹൃത്തുക്കൾ. ശോഭ സുരേന്ദ്രന്റെ വീടിന് നേരെയുണ്ടായ ആക്രമണമല്ലെന്ന് പോലീസ് നിഗമനം. പട്ടാമ്പിയെ വൈജ്ഞാനിക നിയോജക മണ്ഡലമാക്കാൻ മുഹമ്മദ് മോഹസിൻ MLA ശ്രമം തുടരുന്നു. കിലയിൽ MLAയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ഒരു അസംബ്ലി മണ്ഡലത്തെ വൈജ്ഞാനിക മണ്ഡലമാക്കാനുള്ള നടപടികൾ രാജ്യത്ത് ഇതാദ്യം. എളനാട് തിരുമണിയിൽ കാട്ടാനക്കൂട്ടം. കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചു. ജനങ്ങൾ ഭീതി. സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മണ്ണൂരിലെ പഴയ വില്ലേജ് ഓഫീസ്. പഴയ കെട്ടിടം ഉപേക്ഷിക്കപ്പെട്ടത് കിഴക്കുംപുറത്ത് പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസ് സ്ഥാപിച്ചതോടെ. പഴയ കെട്ടിടം സംരക്ഷിക്കണമെന്നും സാമൂഹ്യവിരുദ്ധരുടെ ശല്യം അവസാനിപ്പിക്കണമെന്നും നാട്ടുകാർ. വാർത്തകൾ വിശദമായി. ശോഭ സുരേന്ദ്രന്റെ വീടിന്റെ പരിസരത്ത് പൊട്ടിയത് ഗുണ്ട്. സംഭവത്തിൽ 3 പേർ കസ്റ്റഡിയിൽ. ഗുണ്ട് പൊട്ടിയ വീട്ടിലെ യുവാവിന്റെ സുഹൃത്തുക്കളാണ് സംഭവത്തിന് പിന്നിൽ. ശോഭ സുരേന്ദ്രന്റെ വീടിന് നേരെ ഉണ്ടായ ആക്രമണമല്ലെന്നാണ് പോലീസ് നിഗമനം. ഗുണ്ട് പൊട്ടിച്ചവർക്ക് മറ്റ് ദുരുദ്ദേശങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നാണ് കണ്ടെത്തൽ. സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്തവരെ വെസ്റ്റ് പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. പട്ടാമ്പിയെ വൈജ്ഞാനിക നിയോജക മണ്ഡലമാക്കാനുള്ള പരിശ്രമത്തിൽ മുഹമ്മദ് മോഹസിൻ MLA. തുടർ നടപടികൾ എന്ന രീതിയിൽ കിലയിൽ MLAയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു മണ്ഡലത്തെ വൈജ്ഞാനിക മണ്ഡലമാക്കി മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുന്നത്. പട്ടാമ്പിയെ ഇന്ത്യയിലെ ആദ്യത്തെ വൈജ്ഞാനിക നിയോജകമണ്ഡലമാക്കി മാറ്റുന്നുള്ള നടപടികളാണ് മുഹമ്മദ് മോഹസിൻ MLAയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ തുടർ നടപടി എന്നോണം കിലയിൽ MLAയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നു. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു അസംബ്ലി മണ്ഡലത്തെ വൈജ്ഞാനിക നിയോജക മണ്ഡലമാക്കി മാറ്റുന്നുള്ള നടപടികൾ ആരംഭിച്ചതെന്ന് MLA അറിയിച്ചു. പദ്ധതിയുടെ ആദ്യഘട്ടമെന്ന നിലയിൽ 2024 ഒക്ടോബർ 13 MLAയുടെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി യൂത്ത് സമ്മിറ്റ് ചേർന്നിരുന്നു. ലോകത്ത് വിദ്യാഭ്യാസവും ടെക്നോളജിയും അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് പട്ടാമ്പി മണ്ഡലത്തിൽ വിദ്യാഭ്യാസ പരിപാടികൾക്ക് ഊന്നൽ നൽകി ജനങ്ങൾക്ക് പുതിയ അറിവിൻ്റെ മേഖലകളിലേക്ക് വഴി തുറന്നു നൽകുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും പ്രായഭേദമന്യേ എല്ലാവർക്കും നവവിദ്യാഭ്യാസം നൽകി ശാക്തീകരിക്കുന്നതിനുമായാണ് ലേണിംഗ് കോൺസ്റ്റിറ്റ്യൂവൻസി ആവിഷ്കരിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ചേലക്കര എളനാട് തിരുമണിയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. കാർഷിക വിളകൾ നശിപ്പിച്ചു. എളനാട് 11-ാം വാർഡ് തിരുമണിയിൽ കർഷകരായ കൃഷ്ണൻ്റെയും മനോജിൻ്റെയും കാർഷിക വിളകളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. പ്രദേശവാസികൾ ഭീതിയിലാണ്. കർഷകനായ കൃഷ്ണൻ്റെ 15-ലധികം വാഴകൾ നശിപ്പിക്കപ്പെട്ടു. അതിർത്തി പ്രദേശമായ വനമേഖലയിൽ നിന്നും വന്നെത്തിയ കാട്ടാനകൾ കമ്പിവേലി തകർത്താണ് അതിരാവിലെ കൃഷ്ണൻ്റെ കൃഷിയിടത്തിലെത്തിയത്. ചക്കയും വലിച്ചു തിന്ന ശേഷം ആനകൾ കൃഷിയിടത്തിലെ വെള്ളട്ടാങ്കിലെ വെള്ളവും കുടിച്ചാണ് പിൻവാങ്ങിയത്. മനോജിൻ്റെയും കൃഷിയിടത്തിലെ തെങ്ങുകളും കവുങ്ങും മറ്റും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റ് കാർഷിക വിളകളും നശിച്ചു. വന്നെത്തിയ കാട്ടാനകൾ മാവിൻ കൊമ്പ് ഒടിച്ച് മാങ്ങകളും പറിച്ചു തിന്നാണ് മടങ്ങിയത്. പ്രദേശവാസികളായ കർഷകർ ഏറെ അസ്വസ്ഥരായിരിക്കുകയാണ്. എളനാട് ഫോറസ്റ്റ് ഓഫീസർ സനലടങ്ങിയ വനപാലകർ കാട്ടാനകൾ നശിപ്പിച്ച കൃഷിയിടങ്ങൾ സന്ദർശിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം നീതു ഷൈജു കൂടാതെ കേരള കർഷക സംഘം നേതാക്കളായ KC ജോർജ്, PT സാജു, M പൊന്നുമണി തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു. ജില്ലാ നേതാക്കളെയും വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. തുടർന്ന് നല്ല രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ തിരുമണി പ്രദേശത്തെ നിവാസികൾക്ക് ആവശ്യമായ സംരക്ഷണം കൊടുക്കുന്നതിന് കർഷക സംഘവും സർക്കാരും എല്ലാം ജാഗ്രതയോടുകൂടി ഇതിൻ്റെ പുറകിലുണ്ടായിരിക്കുമെന്നാണ് ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലയനം എത്രയും വേഗം നടപ്പാക്കണമെന്ന് കേരള നോൺ ടീച്ചിങ് എംപ്ലോയീസ് അസോസിയേഷൻ. ഖാദർ കമ്മീഷൻ റിപ്പോർട്ടിൽ സ്റ്റാഫ് പാറ്റേണിനെ കുറിച്ച് പരാമർശമില്ലെങ്കിലും സ്റ്റാഫ് പാറ്റേൺ ക്രമീകരിക്കണമെന്നും KNTO സംസ്ഥാന ട്രഷറർ VK ജയകുമാർ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സ്കൂൾ കോളേജ് തലങ്ങളിലെ നോൺ ടീച്ചിങ് സ്റ്റാഫുകൾ അംഗങ്ങളായുള്ള KNTOയുടെ സംസ്ഥാന സമ്മേളനം ഏപ്രിൽ 28-29 തീയതികളിൽ പാലക്കാട്ട് നടക്കും. സുഹൃത്ത് സമ്മേളനം, പ്രതിനിധി സമ്മേളനം, യാത്രയപ്പ് സമ്മേളനം എന്നിവയുണ്ടാകും. മന്ത്രിമാരുൾപ്പെടെ ജനപ്രതിനിധികളും രാഷ്ട്രീയ സംഘടനാ ഭാരവാഹികളും സമ്മേളനത്തിന്റെ വിവിധ സെഷനുകളിൽ പങ്കെടുക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ അറിയിച്ചു. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കത്തെ പ്രതിരോധിക്കുന്നതിനൊപ്പം തന്നെ ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കേണ്ടതുണ്ടെന്നും വാർത്താ സമ്മേളനത്തിൽ
ഓർഗനൈസേഷൻ സംസ്ഥാന ട്രഷറർ VK ജയകുമാർ പറഞ്ഞു. ലയനത്തോടൊപ്പം സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കൽ, ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ മേഖല ഒരുമിപ്പിക്കുമ്പോൾ മതിയായ ജീവനക്കാരില്ലാത്തൊരു സ്ഥിതിയാണുള്ളത്. ആ ജീവനക്കാരെ അത് KER പരിഷ്കരിക്കണം. അപ്പോൾ സ്റ്റാഫ് ക്യാഡർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായി KER പരിഷ്കരണം പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് മന്ത്രിക്ക് നിവേദനം കൊടുത്ത് അതിൻ്റെ ഒരു പരിഷ്കരണം, KER പരിഷ്കരണം ഹയർ സെക്കൻഡറി കൂടി വരുന്നതോടുകൂടി KER പരിഷ്കരണം നടത്തണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരാവശ്യം. പിന്നെ അതുപോലെ തന്നെ കോളേജ് മേഖലകളെ, യൂണിവേഴ്സിറ്റികളെ കാവ്യവൽക്കരിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് കേരളത്തിലൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കാവ്യവൽക്കരണത്തിനെതിരെ ശക്തമായ സമര പോരാട്ടങ്ങൾ KNUയുടെ ഭാഗമായി നടത്തിയിട്ടുണ്ട്. അതുപോലെ മറ്റ് സംഘടനകളുടെയും FSCTയുടെ സഹായത്തോടുകൂടിയും നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട്. കാവ്യവൽക്കരണം അവസാനിപ്പിക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യമാണ്. ഓർഗനൈസേഷൻ ജില്ലാ സെക്രട്ടറി B ശബരിദാസ്, ട്രഷറർ സിറിൽ, വിനോദ് കുമാർ, വൈസ് പ്രസിഡന്റ് A സന്തോഷ് കുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മണ്ണൂരിലെ പഴയ വില്ലേജ് ഓഫീസ്. പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം കിഴക്കുംപുറത്ത് പ്രവർത്തനം തുടങ്ങിയതോടെയാണ് പഴയ കെട്ടിടം ഉപേക്ഷിക്കപ്പെട്ടത്. കെട്ടിടം സംരക്ഷിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഒരു വർഷത്തോളമായി വില്ലേജിന്റെ പ്രവർത്തനം നിലച്ചതോടെ ചുറ്റും കാട് മൂടി ഇഴജന്തുക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി മാറി. ഏകദേശം 38 വർഷം മുമ്പ് സ്ഥാപിച്ച കെട്ടിടമാണിത്. വില്ലേജ് നശിച്ചു പോകാതിരിക്കാൻ പഞ്ചായത്ത് നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമാണ്. നിലവിൽ മണ്ണൂർ കമ്പനിപ്പടിയിലുള്ള സ്മാർട്ട് വില്ലേജിലേക്ക് എത്തിപ്പെടണമെങ്കിൽ 2 ബസ്സുകൾ കയറേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ 2 വില്ലേജാക്കി മാറ്റി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യവും ശക്തമാണ്. അടഞ്ഞുകിടക്കുന്ന വില്ലേജ് 2ാം വില്ലേജാക്കി മാറ്റി പ്രവർത്തിപ്പിക്കണമെന്ന ഗ്രാമപഞ്ചായത്ത് അംഗവും മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറിയുമായ VM അൻവർ സാദിഖ് ആവശ്യപ്പെട്ടു. മണ്ണൂർ പഞ്ചായത്തിലെ ഒട്ടനവധി ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു സംഗതിയാണ് കിഴക്കുംപുറം വില്ലേജ് ഓഫീസിലേക്ക് പോവുക എന്നുള്ളത്. 8-9 ബ്ലോക്കായി 2 ബ്ലോക്കായി കിടക്കുന്ന മണ്ണൂർ വില്ലേജിലെ 9 ബ്ലോക്ക് ഈ പഴയ വില്ലേജിൽ പുനഃസ്ഥാപിക്കണമെന്നും 8 കിഴക്കുംപുറത്തേക്ക് മാറ്റി ഈ വില്ലേജ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ വില്ലേജിൻ്റെ അവസ്ഥ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറി വൈകുന്നേരമായാൽ വളരെ പരിസരവാസികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ പരിസരവാസികളിൽ നിന്ന് പരാതിയായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വില്ലേജ് 9ാം ബ്ലോക്കിൻ്റെ വില്ലേജായി പുനഃസ്ഥാപിച്ച് ഇതിനൊരു മോചനമുണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് നിരവധി തവണ വില്ലേജ് വികസന സമിതി യോഗത്തിലും അതുപോലെ ഒരിക്കൽ മന്ത്രി പങ്കെടുത്ത യോഗത്തിൽ വരെ നമ്മൾ ആവശ്യപ്പെടുകയുണ്ടായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തീവ്രവാദത്തിനെതിരെ പട്ടാമ്പിയിൽ പ്രതിഷേധ ജ്വാല. പഹൽഗാമിൽ നടന്ന തീവ്രവാദി ആക്രമണത്തിൽ പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചും ആക്രമണത്തിൽ പ്രതിഷേധിച്ചുമാണ് തൃണമൂൽ കോൺഗ്രസ് പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. പഹൽഗാമിൽ നടന്ന തീവ്രവാദി ആക്രമണത്തിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചും അക്രമത്തിൽ പ്രതിഷേധിച്ചുമാണ് തൃണമൂൽ കോൺഗ്രസ് പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ടൗണിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. പ്രകടനമായി എത്തിയായിരുന്നു ജ്വാല. തുടർന്ന് പ്രതിഷേധ പരിപാടി തൃണമൂൽ കോൺഗ്രസ് ജില്ലാ ചീഫ് കോർഡിനേറ്റർ ജിഷാർ പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഇല്ലാതാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് തീവ്രവാദികൾ ഇത്തരം ചില പ്രവർത്തനങ്ങൾ രാജ്യത്ത് ഏറ്റെടുത്തിട്ടുള്ളത്. ഇവിടെ രാജ്യത്തിൻ്റെ രാജ്യസുരക്ഷയിൽ വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ളത് ശക്തമായി പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. പെഹൽഗാമിനെ പോലുള്ള ഒരു താഴ്വരയിൽ, അതീവ സുരക്ഷയായി കഴിയുന്ന ഒരു താഴ്വരയിലാണ് രാജ്യം ആഗ്രഹിക്കാത്ത രീതിയിലൊരു ഭീകരാക്രമണം നടന്നിട്ടുള്ളത്. ഇപ്പോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇത്തരം ചില പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തന്നെ കാശ്മീരിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ ഉൾപ്പെടെ പങ്കെടുക്കാതെ തെരഞ്ഞെടുപ്പ് പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ജില്ലാ കമ്മിറ്റി അംഗം ദേവദാസ് അധ്യക്ഷനായി. അശ്വതി ജോയ് പ്രതിജ്ഞ ചൊല്ലി. റഷീദ് പട്ടാമ്പി, സിദ്ദിഖ് കാരക്കാട് എന്നിവർ
പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. കാശ്മീർ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിനെതിരെ മങ്കര ശ്രീഗണേശ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. മങ്കരയിൽ നിന്നും ആരംഭിച്ച പ്രകടനം വെള്ള റോഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. സമാപന യോഗത്തിൽ ഗണേശ സമിതി വൈസ് പ്രസിഡന്റ് മണികണ്ഠൻ വാങ്കുരിശി അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് സുഭാഷ് മങ്കര ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ശബരി കല്ലൂർ സ്വാഗതവും ട്രഷറർ പ്രശാന്ത് ചാത്തകണ്ഠം നന്ദിയും പറഞ്ഞു. വിമുക്ത ഭടൻ ക്യാപ്റ്റൻ മണി ചെമ്മുക, സുരേഷ് കളത്തിൽ, രജീഷ് പണിക്കർ, രാമദാസ്, KS സുമേഷ് വെള്ളറോഡ്, ഹരികുമാർ കരടിമല എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ ഭരണകൂടം കൊടുത്തു. അത് ചെയ്തില്ലെങ്കിൽ അവർ സൂര്യപ്രകാശം കാണണമെങ്കിൽ അടുത്ത ജന്മം വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന് അവർ ഓർത്താൽ നല്ലത്. അതുകൊണ്ട് ഈ തിരിച്ചടി 100% ഉണ്ടാവും. അതിൽ ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇന്ത്യയുടെ കാവൽക്കാരൻ നട്ടലുള്ള നമ്മുടെ മോദിജിയാണ് കേന്ദ്ര ഗവൺമെന്റ് ഭരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. SFI പട്ടാമ്പി ഏരിയ സമ്മേളനം പട്ടാമ്പി കൊടലൂരിൽ നടന്നു. SFI സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിപിൻ രാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 150 പ്രതിനിധികൾ പങ്കെടുത്തു. പട്ടാമ്പിക്കടുത്ത് കൊടലൂർ BKM LP സ്കൂളിൽ വെച്ചായിരുന്നു SFI പട്ടാമ്പി ഏരിയ സമ്മേളനം ചേർന്നത്. SFI ഏരിയ പ്രസിഡന്റ് ജിജീഷ് പതാക ഉയർത്തിയതോടെ സമ്മേളന നടപടികൾ ആരംഭിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട 150 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. SFI സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിപിൻ രാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഏറെ ആവേശത്തോടു കൂടിയും അതോടൊപ്പം വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കാൻ വേണ്ടി കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ഉൾപ്പെടെ പ്രവർത്തനത്തിനകത്തുൾപ്പെടെ വരുത്തിക്കൊണ്ടാണ് ഇത് ക്യാമ്പസുകളിൽ സംഘടനാ പ്രവർത്തനത്തിനകത്ത് നമ്മൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോഴും വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നമ്മൾ പറഞ്ഞു വെക്കാറുണ്ട്, ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് വിദ്യാർത്ഥികൾ എന്ന നിലയിൽ. ഋതുജ അനുശോചന പ്രമേയവും ഡോക്ടർ ഹരിദാസൻ രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു. SFI ഏരിയ പ്രസിഡന്റ് ജിജീഷ് അധ്യക്ഷത വഹിച്ചു. CPM പട്ടാമ്പി ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ, AV സുരേഷ്, P വിജയകുമാർ, KC ഷാജിമോൻ, SFI ജില്ലാ പ്രസിഡന്റ് അഭിഷേക്, അനുജ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ചർച്ച, പ്രമേയ അവതരണം, പുതിയ ഏരിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കൽ എന്നിവയും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ജില്ലാ വനിതാ സാഹിതി കുഴൽമന്ദം മേഖലാ വായനക്കൂട്ടം കോട്ടായി ഐലം ഗ്രാമത്തിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം പ്രൊഫസർ CP ചിത്ര ഉദ്ഘാടനം ചെയ്തു. അന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴാണ് ഇന്ന് ഇവിടെ നിങ്ങൾ കൂടിയിരിക്കുന്നത്. അതൊക്കെ കുറച്ച് പേരാണ്. സമാനഹൃദയരായ മനുഷ്യർ ഒന്നിച്ചു ചേരുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാ കൂട്ടായ്മകളെയും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന പെരിങ്ങോട്ടുകുരിശിയിലെ സരസ്വതിയുടെ സ്തോറാകർണൻ എന്ന നോവലും K ദാമോദരൻ്റെ പ്രസിദ്ധ നാടകം പാട്ടബാക്കിയും ചർച്ച ചെയ്യപ്പെട്ടു. പുകാസ ജില്ലാ സെക്രട്ടറി ശാന്തകുമാരൻ മാസ്റ്റർ പാട്ടബാക്കി എഴുതുന്ന കാലഘട്ടത്തെ സാമൂഹ്യാവസ്ഥയെക്കുറിച്ച് വിവരിച്ചു. വനിതാ സാഹിതി ജില്ലാ സെക്രട്ടറി MN ലതാദേവി മുഖ്യപ്രഭാഷണം നടത്തി. ലളിത മധു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ ട്രഷറർ രേണുകാദേവി നന്ദി പറഞ്ഞു. CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KP രവീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K കുഞ്ഞലക്ഷ്മി, പഞ്ചായത്തിലെ വനിതാ ജനപ്രതിനിധികൾ, കോട്ടായി പാട്ടുകൂട്ടാംഗങ്ങൾ, വിവിധ മേഖലയിലെ വനിതാ സാഹിതി പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോട്ടായി. ലോക മലമ്പനി ദിനത്തോടനുബന്ധിച്ച് മങ്കര ഗ്രാമപഞ്ചായത്തിൻ്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾക്കായി രക്തനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. EP സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ പുഷ്പരാജി, JHAമാരായ രാജേഷ്, നിഷ, ആരോഗ്യ പ്രവർത്തകർ, വാർഡംഗം വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. നീലക്കുറിഞ്ഞി ജൈവ പഠനോത്സവം 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ നവകേരളം കർമ്മ പദ്ധതി പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ
പി സൈദലവി മുഖ്യാതിഥിയായി പങ്കെടുത്തു. BDO PP പ്രിയ സ്വാഗതവും പറഞ്ഞു. തീമാറ്റിക് എക്സ്പെർട്ട് നിഷ വീഡിയോ പ്രസന്റേഷൻ നടത്തി. മത്സരം മാസ്റ്റർ മുഹമ്മദ് മൂസ നിയന്ത്രിച്ചു. 29-ാം തീയതി ജില്ലാ പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടക്കുന്ന ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് യോഗ്യത നേടിയ 4 പേരെ തിരഞ്ഞെടുത്തു. K. ലാലു നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഫോറം സ്പോർട്സ് കാർണിവലിൻ്റെ ഭാഗമായി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് സംഘടിപ്പിക്കും. പാലക്കാട് വിക്ടോറിയ കോളേജ് ഗ്രൗണ്ടിൽ 28, 29, 30 തീയതികളിലാണ് ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നതെന്ന് KIF പ്രസിഡന്റ് K. സജീവ് കുമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ 24 കമ്പനികളെ പ്രതിനിധീകരിച്ച് 24 ടീമുകൾ പങ്കെടുക്കുമെന്ന് KIF പ്രസിഡന്റ് K. സജീവ് കുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായാണ് സ്പോർട്സ് കാർണിവൽ സംഘടിപ്പിക്കുന്നത്. ടെന്നീസ്, ഫുട്ബോൾ മത്സരങ്ങൾക്ക് ശേഷമാണ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടത്തുന്നത്. വിജയിക്കുന്ന ടീമിന് 40,000 രൂപയും ട്രോഫിയും റണ്ണറപ്പിന് 20,000 രൂപയും ട്രോഫിയും നൽകും. 25,000-ത്തിലധികം തൊഴിലാളികളുള്ള കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ ലഹരി ഉപയോഗം കൂടുതലാണ്. ലഹരി ഉപയോഗം തൊഴിലിടങ്ങളെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇതിനെതിരെയുള്ള ബോധവൽക്കരണം ശക്തമായി നടത്തുന്നുണ്ടെന്നും സജീവ് കുമാർ പറഞ്ഞു. ഒരു സ്പോർട്സ് കാർണിവൽ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഫുട്ബോൾ ഓൾറെഡി കഴിഞ്ഞു, ഷട്ടിൽ ടൂർണമെൻറ്റ് കഴിഞ്ഞു. ലാസ്റ്റ് ഞങ്ങളിപ്പം ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നാളെ തിങ്കളാഴ്ച 28, 29, 30 തീയതികളിൽ പിന്നെ വിക്ടോറിയ കോളേജ് ഗ്രൗണ്ടിൽ ഡേ ആൻഡ് നൈറ്റ് മത്സരമാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കഞ്ചിക്കോടിൻ്റെ പ്രമുഖ കമ്പനികൾ 24 കമ്പനികൾ തമ്മിൽ ടീമുകളുണ്ട്. ഒരു വളരെ ആവേശകരമായിട്ടുള്ളൊരു മത്സരം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നടത്തിയത് അഹല്യ ഗ്രൗണ്ടിലായിരുന്നു. സെക്രട്ടറി K. ഹരിദാസ്, വൈസ് പ്രസിഡന്റുമാരായ കിരൺകുമാർ, K. കുട്ടികൃഷ്ണൻ, CH. അരുൺദാസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ മാനസ ദേശീയ സാംസ്കാരികോത്സവം മെയ് 9, 10, 11 തീയതികളിൽ ഷൊർണൂർ KVR ഹൈസ്കൂളിൽ നടക്കും. 9-ന് കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ അനന്തകൃഷ്ണൻ കൾച്ചറൽ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 9-ന് വൈകുന്നേരം 4:30-നാണ് അരങ്ങുണരുക. പഞ്ചാരിമേളത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. പിന്നൽ തിരുവാതിരയ്ക്ക് ശേഷം 6:30-നാണ് ഉദ്ഘാടന സമ്മേളനം. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശിൻ്റെ അധ്യക്ഷതയിൽ കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ അനന്തകൃഷ്ണൻ നാഷണൽ കൾച്ചറൽ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സംഗീത കച്ചേരി, കേരള നടനം, സെമി ക്ലാസിക്കൽ ഡാൻസ്, മോഹിനിയാട്ടം, ഭരതനാട്യം, തിരുവാതിരക്കളി എന്നിവയുണ്ടാകും. രാത്രി 9:30-യോടെ ആദ്യദിന പരിപാടികൾക്ക് സമാപനമാകും. മെയ് 10-ന് തുകിലുണർത്തുപാട്ട്, വെസ്റ്റേൺ മ്യൂസിക്, ഭിന്നശേഷി കുട്ടികളുടെ കലാപരിപാടികൾ, വിവിധ നൃത്ത ഇനങ്ങൾ, ഗസൽ എന്നിവ അരങ്ങിലെത്തും. 11-ന് സമാപന സമ്മേളനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. പത്മശ്രീ കലാമണ്ഡലം സത്യഭാമ ടീച്ചർ പുരസ്കാര സമർപ്പണവും ചടങ്ങിൽ നടക്കും. മാനസ കൾച്ചറൽ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ 4ാമത് ഫെസ്റ്റാണ് ഷൊർണൂരിൽ സംഘടിപ്പിക്കുന്നത്. വളരെ വിപുലമായിട്ടുള്ള രീതിയിലാണ് ഇത്തവണ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. മണികണ്ഠൻ്റെ നേതൃത്വത്തിലാണ് അതിൻ്റെ ആവശ്യമായ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടാണ് മെയ് മാസം 9, 10, 11 തീയതികളിലായി 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റാണ് നഗരസഭയിൽ നടക്കുന്നത്. നമ്മുടെ നാടിൻ്റെ വിവിധ മേഖലകളിലുള്ള പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ പങ്കെടുക്കുന്ന ഒരു കൾച്ചറൽ ഇവൻ്റ് കൂടിയാണ് ഈ 3 ദിവസവും നമ്മുടെ ഷൊർണൂരിൽ അരങ്ങേറുന്നത്. പ്രധാനമായിട്ട് നമുക്ക് കലാമണ്ഡലം സത്യഭാമ ടീച്ചറുടെ മോഹിനിയാട്ട പുരസ്കാരം, ലാസ്യമുദ്ര എന്ന പേരിലുള്ള മോഹിനിയാട്ട പുരസ്കാരം, അത് റഷീജ ഗോപിനാഥനാണ് ഇത്തവണ കൃത്യമായിട്ട് ഈ ചടങ്ങിൽ വെച്ച്. വാർത്താസമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, മുൻ ചെയർമാൻ M. നാരായണൻ, കലാമണ്ഡലം പ്രസന്ന, BR ശ്രീകുമാർ, ശശികുമാർ വേണാട്ട്, V. വേണുഗോപാലൻ, മണികണ്ഠൻ മാനസ, അലി പള്ളം, രാമകൃഷ്ണൻ മാസ്റ്റർ, പ്രസാദ് ഷൊർണൂർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. തേനൂർ കോളയംകോട്ട് ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലെ തകർന്ന
ബാത്റൂം പുനഃസ്ഥാപിക്കുന്നതിനായി ഭക്തരും ക്ഷേത്ര സംരക്ഷണ സമിതിയും രംഗത്ത്. കഴിഞ്ഞ കാലവർഷത്തിൻ്റെ കുത്തൊഴുക്കിൽ മലമ്പുഴ കനാൽ ദിശമാറി ഒഴുകിയതിനെ തുടർന്നാണ് ക്ഷേത്രത്തിന് മുന്നിലെ ബണ്ടും ബാത്റൂമും തകർന്നത്. 10 ലക്ഷം രൂപയാണ് പുനർനിർമ്മാണത്തിന് ചെലവ് പ്രതീക്ഷിക്കുന്നത്. 2010 കാലഘട്ടത്തിലാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് സംരക്ഷണ മതിൽ നിർമ്മിച്ചത്. കഴിഞ്ഞ വർഷത്തെ മലമ്പുഴ കനാലിൻ്റെ ഗതിമാറ്റം ക്ഷേത്രത്തിൻ്റെ നിലനിൽപ്പ് പോലും അപകടാവസ്ഥയിലാക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിന് മുന്നിൽ ഭൈരവസ്വാമി ഇരിക്കുന്ന ഭാഗവും തകർന്നിട്ടുണ്ട്. ഏകദേശം 10 ലക്ഷത്തോളം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു. അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും തകർന്ന ബണ്ട് പുനഃസ്ഥാപിക്കാനും ഭക്തരും ക്ഷേത്രസമിതിയും ഒരു മനസ്സോടെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഭക്തരുടെ നിർലോഭമായ സഹായം കൊണ്ടും ഭഗവതിയുടെ കടാക്ഷം കൊണ്ട് മാത്രമാണ് നാളിതുവരെയും മുന്നോട്ട് പോയിട്ടുള്ളതെന്നും ഇക്കാര്യത്തിലും ഭക്തരുടെ നിർലോഭമായ സഹായം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും കോളയംകോട്ട് ഭഗവതി ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ നാരായണൻകുട്ടിയും പ്രവർത്തകരും പറഞ്ഞു. കോളയംകോട്ട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ സൈഡ് നമ്മൾ നല്ല 2010-11 സമയത്ത് നന്നായി കെട്ടി കരിങ്കല്ല് വെച്ച് കെട്ടി ഫിനിഷ് ചെയ്തതായിരുന്നു. അത് കഴിഞ്ഞ വർഷത്തെ പ്രളയത്തിൽ കനാല് വെള്ളം തിരിഞ്ഞു വന്ന് കംപ്ലീറ്റ് ഇടിഞ്ഞ് നമുക്ക് ഇവിടുന്ന് മൊത്തം ഭാഗം നമ്മുടെ ഇതെല്ലാം ഇടിഞ്ഞു പോയിരിക്കുന്ന സ്ഥലം. അതൊന്ന് നമുക്ക് ഇപ്പോൾ എത്രയും പെട്ടെന്ന് അത് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ നമ്മുടെ ഈ ഭാഗം അമ്പലത്തിൻ്റെ ഈ ഭാഗങ്ങൾ ഇനിയിപ്പോൾ ഗുരു ഭൈരവൻ ഇരിക്കുന്ന ആ ഭാഗമൊക്കെ ഇടിയാനുള്ള സാധ്യതയുണ്ട് ഈ മഴക്കാലം വരുമ്പോഴേക്കും. അതിന് വേണ്ട എന്തെങ്കിലും എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊന്ന് ഞങ്ങളെല്ലാവരും കൂടെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ട സഹായ സഹകരണങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും കിട്ടാനുള്ള നടപടികൾ എന്തെങ്കിലും അതൊരു ഇത് ഉണ്ടാവണമെന്ന്. ഗംഭീരമായി ദേശത്തിൻ്റെ ഒരു കാവൽക്കാരിയായിട്ടുള്ള ദേവതയാണ്. ആ ദേവതയുടെ മുന്നിൽ നമ്മൾ വർഷം തോറും വേല ഇവിടെ കഴിച്ചു വരുന്നുണ്ട്. അതിൻ്റെ ഇപ്പോൾ 2010-11 നമ്മളിതിൻ്റെ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം പാടം ആയത് കാരണം ആ സൈഡ് കെട്ടി വൃത്തിയാക്കി ചെയ്തതാണ്. ഇവിടുത്തെ ഭക്തജനങ്ങളുടെയും എല്ലാവരുടെയും സഹായ സഹകരണത്തോടു കൂടിയിട്ടാണ് അത് ചെയ്തത്. കഴിഞ്ഞ വർഷത്തെ കാലവർഷത്തിൽ കനാല് മലമ്പുഴ ഇറിഗേഷൻ്റെ കനാല് വർക്ക് ചെയ്യുന്നതിൽ ഈ പറഞ്ഞമാതിരി അതിൻ്റെ സ്ലാവിട്ട ഭാഗങ്ങളിൽ മണ്ണെടുക്കാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കഴിയാതെ വന്നതിൻ്റെ ഇതിലായിട്ട് ഇറിഗേഷൻ കനാലിൽ വരുന്ന വെള്ളം പെട്ടെന്ന് കാലവർഷത്തിൽ വരുന്ന ശക്തിയായ വെള്ളം നേരെ ദിശ മാറി കാവിൻ്റെ സൈഡിൽ കൂടി വന്നു. അങ്ങനെ വന്ന് ഈ കെട്ടെല്ലാം തള്ളിപ്പോയിരിക്കുകയാണ്. പഞ്ചായത്ത് അംഗം സന്തോഷ്, ക്ഷേത്ര സംരക്ഷണ കമ്മിറ്റി സെക്രട്ടറി കൃഷ്ണകുമാർ, റിട്ടയർഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ മണികണ്ഠൻ, സുരേഷ് കുമാർ, ശ്രീനിവാസൻ എന്നിവരും ക്ഷേത്രസന്നിധിയിൽ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. ശോഭാ സുരേന്ദ്രന്റെ വീടിന്റെ പരിസരത്ത് പൊട്ടിയത് ഗുണ്ട്. സംഭവത്തിൽ 3 പേർ കസ്റ്റഡിയിൽ. സംഭവത്തിന് പിന്നിൽ ഗുണ്ട് പൊട്ടിയ വീട്ടിലെ യുവാവിന്റെ സുഹൃത്തുക്കൾ. ശോഭാ സുരേന്ദ്രന്റെ വീടിന് നേരെയുണ്ടായ ആക്രമണമല്ലെന്ന് പോലീസ് നിഗമനം. പട്ടാമ്പിയെ വൈജ്ഞാനിക നിയോജക മണ്ഡലമാക്കാൻ മുഹമ്മദ് മോഹസിൻ MLA ശ്രമം തുടരുന്നു. ഇലയിൽ MLAയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ഒരു അസംബ്ലി മണ്ഡലത്തെ വൈജ്ഞാനിക മണ്ഡലമാക്കാനുള്ള നടപടികൾ രാജ്യത്ത് ഇതാദ്യം. എളനാട് തിരുമണിയിൽ കാട്ടാനക്കൂട്ടം. കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചു. ജനങ്ങൾ ഭീതി. സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മണ്ണൂരിലെ പഴയ വില്ലേജ് ഓഫീസ്. പഴയ കെട്ടിടം ഉപേക്ഷിക്കപ്പെട്ടത് കിഴക്കുംപുറത്ത് പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസ് സ്ഥാപിച്ചതോടെ. പഴയ കെട്ടിടം സംരക്ഷിക്കണമെന്നും സാമൂഹ്യവിരുദ്ധരുടെ ശല്യം അവസാനിപ്പിക്കണമെന്നും നാട്ടുകാർ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.